ഗാസയിൽ ഹമാസിനെതിരെ ഇസ്രായേൽ യുദ്ധത്തിനൊരുങ്ങുന്നുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസം ടെലിഫോൺ വഴി നടത്തിയ സംഭാഷണത്തിനൊടുവിലാണ് ഗാസയിലേക്ക് വീണ്ടും യുദ്ധം പുനരാരംഭിക്കാനുള്ള നീക്കം ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചതെന്നുള്ള വിവരമാണിപ്പോൾ ഡൊണാൾഡ് ട്രംപ് പുറത്തുവിടുന്നത്. ഹമാസിന്റെ കൊടും ക്രൂരതകളിൽ മനം മടുത്ത ഇസ്രായേൽ ഗാസയിൽ വീണ്ടും സൈനിക നടപടിക്കൊരുങ്ങുന്നു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശനിയാഴ്ച നടക്കുന്ന 6 ബന്ദികളുടെ മോചനത്തിന് പിന്നാലെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഗാസയിലേക്ക് ആക്രമണം ഉണ്ടാകുമെന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു. കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ബന്ദികളിലൊരാളായ ഷിരി ബിബാസിന്റെ മൃതശരീരം തെറ്റിദ്ധരിപ്പിച്ച് നൽകി, അജ്ഞാത മൃതശരീരം നൽകി ഇസ്രായേലിനെ ഒന്നടങ്കം ആശങ്കപ്പെടുത്തിയിരുന്നു. ഇസ്രായേലിനെ ഒന്നടങ്കം നാണം കെടുത്തിയിരുന്നു ഹമാസ് നേതൃത്വം. ഇതിന് പിന്നാലെ ഉഗ്രകോപത്തിൽ ഹമാസിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയിരുന്നു ബെഞ്ചമിൻ നെതന്യാഹു. ഈ യുദ്ധപ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഇസ്രായേൽ യുദ്ധം ആരംഭിക്കാനുള്ള തീരുമാനം ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഗാസ ഏറ്റെടുക്കാനുള്ള തൻ്റെ പദ്ധതിക്കെതിരെ ജോർദാനും ഈജിപ്തും ഇടപെട്ടതിലുള്ള അതൃപ്തിയും ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി ഷിരി ബിബാസിന്റെ യഥാർത്ഥ മൃതശരീരം ഹമാസ് ഇസ്രായേലിന് കൈമാറി എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. നേരത്തെ ഷിരി ബിബാസിൻ്റെതെന്ന് കരുതി നൽകിയ മൃതദേഹം അബദ്ധത്തിൽ സംഭവിച്ചതാണെന്നും ഈ തെറ്റ് പൊറുക്കണമെന്നുമാണ് ഹമാസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ പേരിൽ വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെടുകയോ ബന്ദിമോചനം തടസ്സപ്പെടുകയോ ചെയ്യരുതെന്ന് ഹമാസിന്റെ നേതാവ് അബു ഉബൈദ ഇപ്പോൾ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. തങ്ങൾക്ക് ഒരു തെറ്റ് പറ്റിയതാണ്, മറ്റൊരു മൃതശരീരം ഷിരി ബിബാസിൻ്റെതെന്ന് കരുതി ഞങ്ങൾ പേടകത്തിൽ അടക്കം ചെയ്ത് നൽകിയതാണ്. ആ തെറ്റ് തിരിച്ചറിഞ്ഞപ്പോൾ യഥാർത്ഥ ഷിരി ബിബാസിൻ്റെ മൃതശരീരം ഞങ്ങളിതാ റെഡ് ക്രോസിന് കൈമാറിയിരിക്കുന്നു എന്ന് ഹമാസിൻ്റെ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിരിക്കുന്നു. ഇടനിലക്കാരായ ഖത്തറിനെയും ഈജിപ്തിനെയും ഹമാസ് ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഔദ്യോഗികമായി ഇസ്രായേലിന് റെഡ് ക്രോസ് ഈ മൃതശരീരം കൈമാറുന്നത്. മൃതശരീരം ലഭിച്ച ഉടൻ തന്നെ അത് ഫോറൻസിക് പരിശോധനയ്ക്കായി ഫോറൻസിക് ലബോറട്ടറിയിലേക്ക് അയച്ചു കഴിഞ്ഞു IDF. ഇതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്ന ശേഷം മാത്രമേ ഇപ്പോൾ ലഭിച്ച മൃതശരീരം ഷിരി ബിബാസിൻ്റെതാണോ എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഹമാസിനെ തീർക്കാനുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ അന്ത്യശാസനം വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഷിരി ബിബാസിൻ്റെ യഥാർത്ഥ മൃതദേഹാവശിഷ്ടങ്ങൾ കൈമാറാൻ ഹമാസ് തയ്യാറായത് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. ഹമാസിൻ്റെ വഞ്ചനയിൽ മനം നൊന്ത ഇസ്രായേലി ജനതയും ഇസ്രായേൽ ഭരണകൂടവും ഹമാസിനെതിരെ ഗാസയിലേക്ക് വൻ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി വൈകി ഇസ്രായേലിൻ്റെ സെക്യൂരിറ്റി ക്യാബിനറ്റ് ചേർന്നിരുന്നു. ആ സെക്യൂരിറ്റി ക്യാബിനറ്റിലും ഹമാസിനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനം തന്നെയാണ് ഉണ്ടായത്. ഇനി ഗാസയിൽ മാനുഷിക പ്രശ്നങ്ങളോ അഭയാർത്ഥി ക്യാമ്പുകളോ ഇസ്രായേൽ നോക്കില്ല. തലങ്ങും വിലങ്ങും ബോംബിടും. ഹമാസിൻ്റെ തലയെറുക്കും, ഹമാസിൻ്റെ നെഞ്ചി പിളർത്തുന്ന തരത്തിലുള്ള ബോംബിങ്ങിനായിരിക്കും ഇസ്രായേൽ ഒരുങ്ങുക എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഷിരി ബിബാസിൻ്റെ എന്ന് കരുതുന്ന യഥാർത്ഥ മൃതശരീരം ഇസ്രായേലിന് കൈമാറിയിരിക്കുന്നതെന്ന് ഹമാസ് അവകാശപ്പെടുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ നടന്ന സ്ഫോടനത്തിന് ഉത്തരവാദികളായ തുർക്കാറാം ബറ്റാലിയൻ്റെ ബേസ് ക്യാമ്പുകളിലേക്ക് ഇസ്രായേലിൻ്റെ അപ്രതീക്ഷിത ആക്രമണങ്ങൾ ഉണ്ടായി എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. വെസ്റ്റ് ബാങ്കിലേക്ക് 3 ബറ്റാലിയൻ IDFൻ്റെ സൈന്യമാണ് ഇരമ്പിക്കയറിയത്. വെസ്റ്റ് ബാങ്കിലെ നിരവധി പ്രദേശങ്ങളിൽ അതിരൂക്ഷമായ ആക്രമണം ഇസ്രായേൽ നടത്തിയെന്നുള്ള വാർത്തകൾ പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വെസ്റ്റ് ബാങ്കിലെ സമാരിയ പ്രദേശത്ത് വച്ചാണ് ഇസ്രായേലിൽ നടന്ന ചാവേർ ആക്രമണത്തിൻ്റെ ഗൂഢാലോചന നടന്നത് എന്നുള്ളത് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. സൂത്രധാരന്മാർ അവിടെ ഒന്നുചേരുകയും അവിടെയുള്ള അഭയാർത്ഥി ക്യാമ്പുകളിൽ വച്ചുകൊണ്ട് ഇസ്രായേൽ നടത്തേണ്ട ചാവേർ ആക്രമണത്തെക്കുറിച്ചുള്ള പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്തിരുന്നു. ഇതിനാവശ്യമായ ആയുധങ്ങളും സാമ്പത്തിക സഹായവും ലഭിച്ചത് ഇറാനിൽ നിന്നാണെന്നുള്ള വിവരവും കഴിഞ്ഞ ദിവസം
ഷിൻബെറ്റ് രഹസ്യാന്വേഷണ ഏജൻസി കണ്ടെത്തിയിരുന്നു. അതിനു പിന്നാലെയാണ് ഈ സമാരിയ പ്രദേശത്തേക്ക്, അതുപോലെ തുർക്കറാം ബറ്റാലിയൻ്റെ പ്രധാനപ്പെട്ട ക്യാമ്പുകളിലേക്ക്, അഭയാർത്ഥി ക്യാമ്പുകളിലേക്കൊക്കെ തന്നെ ഇസ്രായേലി സൈന്യത്തിൻ്റെ ശക്തമായ ആക്രമണം ഉണ്ടായത്. ഡസൻ കണക്കിന് ഭീകരന്മാരെ കഴിഞ്ഞ മണിക്കൂറിലെ ആക്രമണത്തിൽ IDF കൊലപ്പെടുത്തിയെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഇറാന്റെ ചില ഏജന്റുമാരെ ഇസ്രായേലി സേന പിടികൂടി എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വെസ്റ്റ് ബാങ്കിൽ തലങ്ങും വിലങ്ങും ആക്രമണം നടത്തുകയാണ് ഇസ്രായേലി സേന. ഇസ്രായേലിൽ ചാവേർ ആക്രമണം നടത്തി നൂറുകണക്കിന് ഇസ്രായേലി പൗരന്മാരെ കൊലപ്പെടുത്തുകയായിരുന്നു അക്രമികളുടെ ലക്ഷ്യം. എന്നാൽ ദൈവം ഇസ്രായേലിനൊപ്പം ഉണ്ടായതുകൊണ്ട് തന്നെ ഈ അക്രമികൾ ബോംബ് പൊട്ടാനായി ഉപയോഗിച്ച സമയം തെറ്റായിപ്പോയി. അതിൻ്റെ അടിസ്ഥാനത്തിൽ രാത്രി 9 മണിക്ക് ശേഷം ബോംബ് പൊട്ടി. ആ സമയം ആ ബസ് സ്റ്റേഷനിലും ആ ബസ്സുകളിലും ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അതേസമയം പുലർച്ചെ 9 മണിക്കാണ് ഈ ബോംബ് സെറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. ആ സമയം തെറ്റിയത് കൊണ്ട് മാത്രമാണ് നൂറുകണക്കിന് ഇസ്രായേലികളുടെ ജീവൻ നഷ്ടപ്പെടാതെ പോയത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ മണ്ണിൽ വലിയ സ്ഫോടനങ്ങൾ ഉണ്ടാക്കി ഇസ്രായേലി ജനതയുടെ ജീവൻ എടുക്കാൻ ശ്രമിച്ച ഈ തുർക്കറൈം ബറ്റാലിയൻ്റെയും അതുപോലെ വെസ്റ്റ് ബാങ്കിലെ ഭീകരവാദികളുടെയും ക്യാമ്പുകളിലേക്ക് ഇസ്രായേലി എയർഫോഴ്സിൻ്റെ കനത്ത വ്യോമാക്രമണം, അതിന് പിന്നാലെ IDFൻ്റെ ശക്തമായ കരയാക്രമണം ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. വെസ്റ്റ് ബാങ്ക് അരിച്ചു പറക്കുകയാണ് ഇസ്രായേൽ എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാം. വെസ്റ്റ് ബാങ്കിൻ്റെ എല്ലാ മേഖലകളും ഒരുപോലെ തൂത്തുവാരുകയാണ് ഇസ്രായേലി സേന. ഏതെങ്കിലും ഒരു ഭീകരനെ വെസ്റ്റ് ബാങ്കിൽ കണ്ടാൽ ഉടൻ തന്നെ തീർക്കാനുള്ള നിർദ്ദേശമാണ് ബെഞ്ചമിൻ നെതന്യാഹു ഭരണകൂടം IDFന് നൽകിയിരിക്കുന്നത്. ഷിൻബെറ്റിൻ്റെയും IDFൻ്റെയും പ്രത്യേക തീവ്രവാദ ഭീകരവേട്ട സംഘമാണിപ്പോൾ വെസ്റ്റ് ബാങ്കിൽ പരിപൂർണമായ പരിശോധന നടത്തുന്നത്. പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിൻ്റെയും അതുപോലെ ഹമാസിൻ്റെയും ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച്, അവരുമായി ബന്ധമുള്ള സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച്, അഭയാർത്ഥി ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചുള്ള വമ്പൻ ഓപ്പറേഷനാണിപ്പോൾ വെസ്റ്റ് ബാങ്കിൽ നടന്നു വരുന്നത്.